ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മതയാനെ പോലെ മതിച്ചടക്കുന്ന മനസ്സാറ് വീഴുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിർത്തണം. ഒരു ലാർജിംഗ് അടിച്ചിട്ട് നിർത്തിയേക്കാം. ശവത്തി കുത്താനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത്? അതിന് സാറ് ശവമായെന്ന് ആര് പറഞ്ഞു? യേശു ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേക്കും മനസ്സാറ്. സോറി, അല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേൽപ്പിക്കും. അല്ലടകിച്ചു മതി, ഓവറാക്കണ്ട. മനസ്സാറെ, ഞാൻ ഓവർ ആയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ രാത്രിയിൽ രഞ്ജി ചേച്ചിനെ വിളിച്ചിറക്കണോ? ഞങ്ങൾ റെഡി. ഒന്ന് പോടാ. ഒരു ലാർജിംഗ് അടിച്ചിട്ട് ഞാൻ പൊക്കോളാം. അവളെ ഒന്ന് കാണാൻ കിട്ടുന്നില്ല, പിന്നെയാ വിളിച്ചിറക്കുന്നത്. ഞാനൊന്ന് കണ്ട് സംസാരിച്ചാ മതി, എല്ലാം തീരും. പാവം പെണ്ണാവള്. എനിക്കറിയാം, എന്നെ വെറുക്കാനൊന്നും പറ്റില്ല അവക്ക്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ അമ്മാവനാണല്ലോ ഇപ്പൊ അടഞ്ഞു നിൽക്കുന്നത്. അങ്ങേരെ പാട്ടിലാക്കാനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത്. മനുസാറിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി അങ്ങേരെ തന്നെ പെണ്ണിനെ കയ്യിലേക്ക് പിടിച്ചിടാനുള്ള വകുപ്പുണ്ടാക്കണം. പക്ഷെ എങ്ങനെ? അത് ആലോചിക്കാമല്ലോ. നിങ്ങൾ ഇരുന്ന് ആലോചിക്കില്ല. അല്ല കിച്ചു, മതി. രണ്ടെണ്ണം കഴിഞ്ഞാൽ നിർത്തി. പണച്ചാക്കുകൾ മാത്രം വരുന്ന ബാർ ഹോട്ടലാണിത്. അടിച്ച് പൂക്കൂറ്റിയായിട്ട് വരുന്നവന്റെ കയ്യിൽ പൂത്ത പണം കാണും. ഒറ്റയ്ക്ക് വരുന്നവരെ ഈ തോക്കിന്റെ മുറയിൽ നിർത്തി കയ്യിലുള്ളത് തൂത്ത് വാരിയെടുക്കണം. സത്യ, ഈ തോക്ക് കണ്ട കള്ളത്തോക്കാന്ന് തോന്നില്ലല്ലോ. ആ തോക്കുമ്പോ കള്ളത്തോക്കെന്ന് എഴുതി വെച്ചിട്ടുണ്ടാ? ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ധൈര്യം കൈവിടരുത്. ഒരുത്തം വന്നുണ്ട്. മിണ്ടിപ്പോകരുത്. നിങ്ങൾ ആരാ? അധോലോകം, അണ്ടർവേൾഡ്. ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത വേണ്ട. മര്യാദക്ക് കയ്യിലോളം എടുക്കടാ. എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലാണ്ടോ ബാർ ഹോട്ടലിൽ വെള്ളമടിക്കാൻ വന്നത്? മര്യാദക്ക് എടുക്കണം. 250 കുഞ്ഞിനെ. ഇതെന്തിനാ കോലുമിട്ടായി വാങ്ങാനാ? ഞങ്ങളൊരു വേലർക്കല്ലേ. കുണ്ടറയിലൊരു 5 മുതലാളിനെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയി തളർത്ത് കൊന്നില്ലേ? ഞങ്ങളുടെ പടം പത്രത്തിലായിട്ട് വായിച്ചില്ലേ? വായിച്ചു. അങ്ങനെ ഫ്രീ ആയിട്ട് മരിക്കണമെങ്കിൽ കയ്യിലുള്ളതൊക്കെ എടുക്കടാ. എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ കയ്യിൽ വാച്ചും മോതിരമൊക്കെ ഉണ്ട്. എടുക്കണം. ഇതുപോലത്തെ പിച്ചക്കാശ് കൊണ്ട് മേലാ ബാറോട്ടിന് മുമ്പിൽ കണ്ടുപോയത് മനുഷ്യന് പിടിച്ചു പോയി പാഴകാശാനെ. ഇനി നമുക്ക് വില കിഡ്നാപ്പിംഗ് നോക്കാം. ഹലോ, ഒന്നേ. സംഗതി സക്സസ് ആയാൽ പറഞ്ഞ തുക അമ്പതിനായിരം ഉടനെ കയ്യിൽ തരും. അതിരിക്കട്ടെ, ഞങ്ങൾ ഈ നമ്പ്യാരെ തട്ടിക്കൊണ്ട് വന്നാൽ അതിൽ നിങ്ങൾക്കുള്ള ലാഭം എന്താണ്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? അറിഞ്ഞിരിക്കണം. ഞങ്ങൾ തട്ടിക്കൊണ്ട് നാളെ നിങ്ങൾ തട്ടിക്കളഞ്ഞ ഞങ്ങൾ സമാനം പറയണ്ടേ? അയ്യോ, തട്ടിക്കളയാനൊന്നുമല്ല. ഈ നമ്പ്യാർ എന്റെ മുതലാളിയാ. ചെറിയൊരു പിണക്കത്തിൽ അയാൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അയാളെ ഒന്ന് സോപ്പിട്ട് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റിയാൽ എനിക്ക് ജോലിയിൽ തിരിച്ചു കയറാം. നിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നു, ആ വിവരം ഞങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും. പിന്നൊരു കാര്യം, ഈ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് തല്ലൊക്കെ അത് കുഴപ്പമില്ല. ഈ തല്ല് ഞങ്ങൾക്ക് വളവാ. എല്ലാ സാറേ, പിന്നെ ആ പ്രശ്നം സോൾവ്. എവിടെ നിന്നാണ് തട്ടിക്കൊണ്ടു വരുന്നത്? അഡ്രസ് വിത്ത് പ്രൂഫ്? അഡ്രസ് ഒന്നും വേണ്ട, ഞങ്ങൾ കൂടെ വരികയല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്നെ തട്ടിക്കൊണ്ടു പോരെ? ഞങ്ങൾ എങ്ങനെ തട്ടിയെടുക്കാനാ? ഞങ്ങളെ അവർക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ തിരിച്ചറിയില്ലേ? അതിന് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. അത് പിന്നെ തട്ടിക്കൊണ്ടുവരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഉറക്കമില്ലാത്തതുകൊണ്ട് രാത്രി ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അയാൾ ഉറക്കുളിയെ വിക്സ് ഗുളിയെ എന്തുവരെ കഴിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾ അയാൾക്ക് ക്ലോറോഫം കൊടുത്തിരിക്കും. ദാറ്റ് ഈസ് സത്യം ശിവം സുന്ദരം. ഓക്കെ. എന്താണ് ഇത് തന്നെ വീട്? അതെ. ഇനി നേരെ പിറകിലേക്ക് പോവാം. 2ാമത്തെ നിലയിലെ പുറകിലത്തെ വാതിലിന് ഒരു കൊളുത്തുള്ളതല്ലേ പറഞ്ഞിരിക്കുന്നു. അതിലേ വേണം അകത്തേക്ക് കയറാൻ. സത്യ, ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലി. എന്താ ആശിന് പേടിയാ? പേടിയാ എനിക്കാ. എന്തിന്? ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്? അതല്ലേ പേടി. ആശ മുമ്പേ നടക്കും. എനിക്ക് പഠിപ്പിച്ചേ ശീലമുള്ളൂ, ചെയ്ത ശീലമില്ല. PT ഉഷയെ ഓടാറുള്ളൂ, കോച്ച് നമ്പേരും ഓടാറില്ല. ആ ചെല്ലിയല്ലേ. ഗ്രില്ലിന് ഓട്ടയുള്ളത് കൊണ്ട് തുറക്കാം. തുറക്കണം. ബി കെയർഫുൾ എന്ന് മുൻചാട്ടിട്ടാ. ആശാനെ
സ്റ്റെപ്പ് പറ്റിയത് നന്നായി. ഇല്ലെങ്കി ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. എടാ നോക്കി പോണേ പോണേ. മുഖം മൂടി ഒന്നും വെക്കണ്ട. കൂർക്കം വലിക്കുന്നത് കേട്ടില്ലേ? ഉറക്കുള്ളി വെച്ച് കിടക്കല്ലേ? പൊക്കാം. ഇയാളെ പൊക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാം. അത് കുത്തി. നോക്കിയ ശിവ, നോക്കണേണ്. അതല്ലടാ നോക്കിയട ഫോൺ. ഇനി നമുക്ക് ഇയാളെ പൊക്കാം അല്ലേ ആശാനെ? ആശാനോട് പോയി എവിടെ പോയി അയാള്? ഇപ്പൊ കണ്ടേനെ. മുഖം മൂടി വെക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യം. നല്ല വാച്ച്. തുടക്കം പിഴക്കില്ല. നമ്മുടെ സാറ് കല്യാണം കഴിക്കാണ്. നല്ല മേച്ച്. നീയായിരുന്ന അയാളെ പൊക്കാൻ വന്നിട്ട് ആശാൻ എവിടെ പോയി കിടക്കരുത്. എടാ അയാളെ പൊക്കണതിന് മുമ്പ് വേറെ എന്തെങ്കിലും പൊക്കാൻ പറ്റുമെന്ന് നോക്കിയതല്ലേ? അതാണ് ഈ സുന്ദരനാശൻ. കണ്ടാടാ വാച്ചി. ഈ പെണ്ണിന്റെ ശിവ, ഇത് നോക്കിയേ. ഇതവനല്ലേ ആ നമ്പ്യാരെ പൊക്കാൻ പറഞ്ഞവൻ? അതെ, അവൻ തന്നെ. ഈ നമ്പ്യാരവന്റെ മുതലാളിയാന്നല്ലേ പറഞ്ഞത്? ഇതിലെന്തോ കളിയുണ്ട്. എനിക്ക് പിടികിട്ടി. ഇവളവന്റെ ഭാര്യ, ആ കിളവൻ അവന്റെ അമ്മയപ്പൻ. കറക്റ്റ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് കള്ളക്കഥ. എന്തോ നമുക്ക് ഈ കളിയൊന്നും മാറ്റി കളിച്ചാൽ. എന്തിന്? നമുക്ക് ഈ കിളവനെ പൊക്കണ്ട, പകരം ഈ പെണ്ണിനെ പൊക്കാം. അതെന്തിനാ? പെണ്ണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ പറഞ്ഞുറപ്പിച്ചതിന്റെ ഇരട്ടി തുക നമുക്ക് ആവശ്യപ്പെടാ. അത് കളിക്ക് ഇപ്പൊ തന്നെ. എന്താ വൈകിട്ട? എടാ മണപ്പിക്കുന്ന സാധനം എടുക്കടാ. മണപ്പിക്കുന്ന സാധനം. Put the must start. Come on. കുട്ടി പേടിക്കണ്ട, ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ആണ്. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നാണ്. അവന്മാര് മുതലാളി പൊക്കി കാണോ? ഇതുവരെ വിളിച്ചില്ലല്ലോ. പൊക്കി കാണുമെന്നോ? അവന്മാരെ വൃത്തികെട്ട കളർ കണ്ടറിഞ്ഞൂടെ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ആണെന്ന്? പുഷ്പം പോലെ പൊക്കി കാണും. ഇനി രഞ്ജു അങ്ങനെ അറിഞ്ഞു കാണൂ? ഒരു ഈച്ച പോലെ അറിഞ്ഞു കാണില്ല. പിന്നെ സമയം കളയാതെ നമുക്ക് പോയി നമ്പ്യാസാരെ രക്ഷപ്പെടുത്താം. എടാ മണ്ടത്തരം പറയാതടാ. ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന മുതലാളി സംശയിക്കും. ആദ്യം കിഡ്നാപ്പേഴ്സിന്റെ ശബ്ദത്തിൽ രഞ്ജു ചേച്ചിയെ വിളിച്ച് മുതലാളിയെ പൊക്കിയ കാര്യം പറയണം. അന്തം വിടുന്ന രഞ്ജു ചേച്ചി ഉടനെ മനസ്സാറിനെ വിളിക്കും. എന്നിട്ട് വേണം നമ്മൾ പോയി രക്ഷപ്പെടുത്താൻ. കറക്റ്റ്. ഏതായാലും ചേച്ചി ഒന്ന് വിളിച്ചു നോക്കി. വിളിക്ക്. ഹലോ. അയ്യോ, എന്താ സാർ? അമ്മാവനാ? അപ്പൊ അമ്മ പൊക്കിയില്ല. അതെന്താ പൊക്കാത്ത? പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഇനി അവിടെ പവർ കട്ടായിരിക്കോ? ഉണ്ടായിരിക്കടാ. ഞാൻ നിരപരാധി. AK നമ്പ്യാർ ഇതായിരുന്നു. അയ്യോ അമ്മാവൻ ഇങ്ങോട്ട് വിളിക്കും. അപ്പൊ പൊക്കി. നിന്നെ കൊല്ലും. ഇനി നമ്മുടെ പ്ലാനൊക്കെ അറിഞ്ഞു കാണുമോ? ഏതായാലും സാറിന് സംസാരിച്ചു നോക്ക്. ഹലോ, സത്യൻ ശിവൻ സുന്ദരൻ. ഇത് കിഡ്നാപ്പേഴ്സാ. അവന്മാർക്ക് അങ്ങനെ അമ്മാവന്റെ ഫോൺ കിട്ടി. ഇനി അമ്മാവന് വരും ഫോണാണോ പൊക്കിയത്? ഹലോ, നിങ്ങൾ എന്തൊരു പണിയാ കാണിച്ചത്? ആ നമ്പ്യാർ എന്താ പൊക്കാത്തത്? നമ്പ്യാരെ പൊക്കിയില്ല, പകരം വേറൊരാളെ പൊക്കി. നമ്പ്യാരുടെ മകളെ, അതായത് തന്റെ ഭാര്യയെ. അയ്യോ, എന്താ സാർ? രഞ്ജുവിനെ പൊക്കിയെന്ന്. ഇവിടെ താനെന്താണ് പറഞ്ഞത്? അത് തന്റെ മുതലാളിയാണെന്നല്ലേ? സ്വന്തം അമ്മായിയപ്പനെ പൊക്കിച്ചിട്ട് പണം തട്ടാനുള്ള പരിപാടിയാണല്ലേ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അതെ, ഇനി പെണ്ണെ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ തരണം. അല്ലെങ്കിൽ പെണ്ണിന്റെ ശവം പോലും കാണില്ല. അയ്യോ, 1 ലക്ഷം ചോദിക്കുന്നു. എന്റെ ഇത്രയും പൈസ ഒന്നുമില്ല. എന്നാ വേണ്ട, ഞങ്ങള് നമ്പ്യാരോട് വാങ്ങിച്ചോളാം. പിന്നൊരു കാര്യം, പോലീസിനെ മറ്റും അറിയിക്കാനാണ് ഭാവമെങ്കില് നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ല, പെണ്ണിന്റെ ശവൂരിക്കും കാണുക.